ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദിണ്ടുക്കൽ ജില്ലയിലെ പളനി എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ഇങ്ങോട്ട് വന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. പട്ടി കുരയ്ക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സമ്മതിക്കത്തില്ലേടേ ഇത്. മിണ്ടരുത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും രാത്രി 8:30 അമൃത എക്സ്പ്രസ് ഉണ്ട്. അത് രാത്രി 8:30 തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിറ്റേന്ന് രാവിലെ ഒരു 6-6:30 മണിയാകുമ്പോഴത്തേക്കും പളനി റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ ഈ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങി സമാധാനത്തോടെ പിറ്റേന്ന് രാവിലെ ഈ പളനിയിൽ വന്നെത്താം. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ വീട്ടിലല്ല കിടന്നുറങ്ങുന്നത്. ഈ ട്രെയിനിലൊക്കെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ആ ഒരു ഫീൽ കിട്ടത്തില്ല. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പം സ്ഥിരമായിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ വല്ലപ്പോഴും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോഴത്തേക്കും ഒരു യാത്ര ചെയ്യുന്നതായിരിക്കും മിക്ക ആൾക്കാരും. അപ്പോഴങ്ങനെയുള്ളവർക്ക് ഈ പരിചയമില്ലാത്ത ശീലമൊന്നും പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ട്രെയിനിൽ ഉറക്കം ചില ആളുകൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു യാത്രയായിരിക്കും. ഞാൻ വന്നത് കൊല്ലത്ത് നിന്നാണ് വന്നത്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ വരുന്ന രീതിയിൽ പളനിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു യാത്രയായിരിക്കും. ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ട്രെയിനുണ്ട്. അത് കൊല്ലം വഴി, പുനലൂർ വഴി, തെമ്മല വഴി, ആര്യങ്കാവ് വഴി, ചെങ്കോട്ട വഴി, തെങ്കാശി വഴി മധുരയ്ക്ക് പോകുന്നൊരു ട്രെയിനാണ് ഈ ഞാൻ വന്ന ട്രെയിൻ. ഇത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:20 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മധുര റെയിൽവേ സ്റ്റേഷനിൽ വരും. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഗുണമെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് ഈ ട്രെയിൻ വരുന്നത്. കൊല്ലത്ത് 13 കണ്ടറ പാലം എന്നൊക്കെ പറഞ്ഞ പാലമുണ്ട്. അതൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അതുവഴി കൂടെയൊക്കെയാണ് ട്രെയിൻ വരുന്നത്. പിന്നെ കുറച്ചധികം ടണലുകളുണ്ട്, ഗുഹകളൊക്കെ ഉണ്ട്. അതിനകത്തൂടെയൊക്കെയാണ് ട്രെയിൻ വരുന്നത്. നല്ലൊരു യാത്രയാണ് അതുവഴി കൂടെ വരാൻ. അങ്ങനെ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്കും മധുര റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നിട്ട് നമുക്ക് മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വരാം. എന്നിട്ട് മധുരയിൽ രാത്രി സ്റ്റേ ചെയ്യാം. ഞാൻ സ്റ്റേ ചെയ്തത് റൂമിന് 500 രൂപയായിരുന്നു, സിംഗിൾ റൂമിന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഈ മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ അടുത്തോട്ട് വേണമെങ്കിൽ പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മധുര റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ മാട്ടുത്താവണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു നല്ലൊരു പൂ മാർക്കറ്റുണ്ട്. ഒരുപാട് വലിയ പൂവിൻ്റെ ബിസിനസ്സൊക്കെ നടക്കുന്ന വലിയൊരു പൂ മാർക്കറ്റാണ് ഈ മാട്ടുത്താവണി മാർക്കറ്റ്. മധുര മല്ലികപ്പൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അത് മധുരയിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ മധുര മല്ലികപ്പൂവിൻ്റെയും അങ്ങനത്തെ പല പല പൂക്കളുടെ വലിയ വലിയ ലേലങ്ങളും ബിസിനസ്സും ഒക്കെ നടക്കുന്ന ഒരു പൂ മാർക്കറ്റാണ് മാട്ടുത്താവണി പൂ മാർക്കറ്റ്. ഈ മാട്ടുത്താവണി പൂ മാർക്കറ്റിനെ തന്നെയാണ് മധുര പൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം 4:10 ഈ പളനിക്ക് ട്രെയിനുണ്ട് മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. വൈകുന്നേരം 4:10 മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും പളനി റെയിൽവേ സ്റ്റേഷനിലെത്തും. അത് ഈ അമൃത എക്സ്പ്രസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ മധുര വരെയുള്ള ട്രെയിനാണ് ഈ അമൃത എക്സ്പ്രസ്. എന്നിട്ട് ഈ അമൃത എക്സ്പ്രസ് തിരിച്ചു വരുന്നതാണ് വൈകുന്നേരം 4:10 മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട്. ആ 4:10 ട്രെയിനിലാണ് ഞാൻ കയറി പളനിയിൽ വന്നിറങ്ങിയത്. 4:10 സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും പളനി റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നിട്ട് പളനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 500 മീറ്റർ മാറി ഒരു റൂം എടുത്ത്, നല്ലൊരു റൂമായിരുന്നു കേട്ടോ കിട്ടിയത്. ഒരു AC റൂമാണ് കിട്ടിയത്. AC ഇടാതാണ് കിട്ടിയത്. കാര്യമെന്ന് വെച്ചാൽ സിംഗിൾ റൂം ചോദിച്ചു, പക്ഷേ സിംഗിൾ റൂം ഇല്ലായിരുന്നു. അവർ പറഞ്ഞ് ഒരു AC റൂമുണ്ട്, വേണമെങ്കിൽ അത് സിംഗിൾ റൂമിനെക്കാട്ടി കുറച്ചും കൂടെ റേറ്റ് കൂട്ടി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് 800 രൂപയ്ക്ക് ആ റൂം കിട്ടി. നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. ആ റൂമിൽ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ ഈ പളനി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ടുള്ള റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു വരിക. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഈ പളനി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുതിര വണ്ടിയൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ആ കുതിര വണ്ടി കയറി ഒന്ന് യാത്ര ചെയ്തിട്ട് പളനി അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകണം. അതാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും തന്നെ പല പല ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ വടയൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ സാപ്പിടത്തേക്ക് ഇഡലി ഏതാ എടുക്കുമോ? ഓക്കെ, ഇഡ്ഡലി സാപ്പിടില്ല. അഞ്ച് ഇഡലി, വട 60 രൂപ, ചായ 10 രൂപ, അങ്ങനെ ടോട്ടൽ 70 രൂപ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പളനി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും എന്താ ഇവിടെ 2 കുതിരകൾ നിൽക്കുന്നത് നോക്കെ. കുതിര വണ്ടിക്കാരുടെ കുതിരയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ റോഡിൻ്റെ നടുക്കത്തെ ഡിവൈഡറിൽ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുക.
ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ബാക്കിൽ നിൽക്കുന്ന ആൾ വെറുതെ നിൽക്കുക, കമ്പനിക്ക് വന്നിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്ന ട്രെയിനിൻ്റെ നമ്പർ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. ട്രെയിനിൻ്റെ നമ്പർ 16328 എന്നാണ് ട്രെയിനിൻ്റെ നമ്പർ. ഇതിന് മുമ്പായിട്ട് വേറൊരു ട്രെയിനുണ്ട് മധുരയ്ക്ക് വരുന്നതേ, 16102 എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. മധുര വഴി ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ്. പക്ഷേ അതിനകത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കുറവാണ്. അത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 12:20 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഞാൻ വന്ന ട്രെയിനിൽ ഒരുപാട് ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇഷ്ടംപോലെ സീറ്റും ഉണ്ട്. അതാണ് ഞാൻ ഈ രണ്ടാമത്തെ ട്രെയിൻ ചൂസ് ചെയ്തത്. ആദ്യം പോകുന്ന 16102 എന്ന് പറഞ്ഞ ട്രെയിനിൽ ചിലപ്പം മധുര വരെ സ്ലീപ്പർ കിട്ടത്തില്ല, കുറച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അതിൽ നമ്മൾ നിന്ന് ഊപ്പാട് വരും. അതിനെക്കാട്ടി നല്ലത് രണ്ടാമത് വരുന്ന 16328 എന്ന് പറഞ്ഞ മധുര എക്സ്പ്രസ്സിൽ വരുന്നതാണ് നല്ലത്. ഇപ്പോഴും ഞാനിങ്ങോട്ട് വന്ന മധുര എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് തിരിച്ച് ഗുരുവായൂരോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പേര് ഗുരുവായൂർ എക്സ്പ്രസ് എന്നാവും. എല്ലാ ട്രെയിനുകൾക്കും അങ്ങനെ പേര് വ്യത്യാസം വരത്തില്ല. ഇപ്പോഴും മലബാർ എക്സ്പ്രസ്, അമൃത എക്സ്പ്രസ്, ഇതിനൊന്നും അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊന്നും പേര് മാറ്റമൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും തിരിച്ചു വരുമ്പോഴാണെങ്കിലും പേര് ഒരേ പേര് തന്നെയാണ്. പക്ഷേ ഞാൻ വന്ന ഈ ട്രെയിനിന് മധുരയിലോട്ട് വരുമ്പോൾ മധുര എക്സ്പ്രസ്സും ഗുരുവായൂരിലോട്ട് പോകുമ്പം ഗുരുവായൂർ എക്സ്പ്രസ്സും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പളനി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്താറായിരിക്കുക. വളരെ ശാന്തമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ പളനിയിൽ നിന്ന് പണ്ട് മുതലേ കേൾക്കുന്നൊരു പേരാണ്. അപ്പോൾ വലിയൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്രയ്ക്ക് വേണ്ടി വലിയൊരു റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കല റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, വർക്കല, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ, പിന്നെ അത്രയ്ക്ക് അനക്കമില്ലാത്ത റെയിൽവേ സ്റ്റേഷനുകളുണ്ടല്ലോ, അതേപോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ പളനി റെയിൽവേ സ്റ്റേഷൻ. നോക്കേ, വളരെ ശാന്തമായിട്ടുള്ളൊരു സ്റ്റേഷനല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുതിര സവാരിയൊക്കെ ഉണ്ട്. കുതിരയൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടില്ലേ. കുതിരയ്ക്ക് തീറ്റ കൊടുക്കുന്ന ഒരു രീതി കൊള്ളാം. വേസ്റ്റ് ഒന്നും വെളിയിൽ വീഴാത്തതാണൊക്കെ. ഒരു ചെറിയൊരു ബാഗ് പോലെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് അതിന് ഫുഡ് കൊടുക്കുന്നത്, അതെന്തായാലും കൊള്ളാം. പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആക്കും. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും കറക്റ്റ് അതിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. ആ സംവിധാനം കൊള്ളാം എന്തായാലും. പളനി വരെ പോകുന്നതൊക്കെ എவ்வளோ சார்ஜ்? ஒரே ஆள் 150. இந்த ரயில்வே ஸ்டேஷனுக்கு முன்னாடி இருந்து பழனி கோயிலுக்கு அடிவாரம் வரைக்கும் போகிறதுக்கு 150. ஓகே. அப்போ உங்களோட பேர்? ഭഗവതി. ഓക്കെ. അപ്പോൾ ഭഗവതി അണ്ണനോட വണ്ടിയിൽ தான் ഏറെ പോகிறேன். അത് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചതിന് ശേഷം ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെടും. നമ്മുടെ വണ്ടി യാത്ര പുറപ്പെടാൻ പോവുക. ഓക്കെ. യെസ്, ഫസ്റ്റ് ടൈം കുതിരയിൽ കയറുക. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുതിര വണ്ടി കയറുന്നത്. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി എക്സ്പീരിയൻസ്. കുതിരയ്ക്ക് പേരെന്നാ? ഇവർ പേര് ചാമുണ്ടീശ്വരി. ചാമുണ്ടീശ്വരിയാ? ഫാമിലി മെമ്പറാ? ആമാ, ഫാമിലിയിൽ ഒരുത്തർ അവർ. അപ്പടിയാ. പട്ടി ക്രോസ് ചെയ്ത്, അപ്പം ബ്രേക്ക് ഇട്ടില്ലല്ലോ. நம்ம குட்டிக்கு இவர் மேலே ரொம்ப இஷ்டம் இல்லே. ஏன்னா இது கடிக்காது, உதைக்காது. ஓ, பேய் ஃப்ரெண்டு மாதிரி பழகும். நம்ம பிஸ்கட் சாப்பிட்டா அதுவும் பிஸ்கட் சாப்பிடும். அப்படி இல்லை? ஆமாம். பேய் இன்னொரு குதிரை இருக்குது, அது கடிக்கும் உதைக்கும். அப்படி இருக்குல்ல? ஆமாம். பேய் இது எதுவும் செய்யாது. இது எதுவுமே செய்யாது. சாமுண்டேஸ்வரி. சாமுண்டேஸ்வரி அப்படி கூப்பிட்டா? இப்போ கூப்பிட்டா அதுக்கு தெரியாது இல்லை. ஆனால் ഓട്ടിக்கிற ആൾ யாருன்னு அதுக்கு தெரியும். ആമാം. എന്തായാലും കൊള്ളാം. നല്ലൊരു ടൗണിൻ്റെ നടുക്കൂടെ ഒരു കുതിര വണ്ടിയിൽ ഇങ്ങനെ പോകാൻ. സാധാരണ നമ്മൾ ബൈക്കിലൊക്കെ അല്ലേ ഇങ്ങനെ പോകുന്നത്. ഓപ്പോസിറ്റൊക്കെ കുതിര വണ്ടി വരുന്നതൊക്കെ. റോപ്പ് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. റോപ്പ് കാറിൽ പോകുന്നവർക്ക് അതുവഴി പോകണം, അല്ലാതെ നടന്നു പോകുന്നവർക്ക് ഇതുവഴിയും പോകണം. അപ്പോഴും നമ്മുടെ സ്ഥലം എത്തിയിരിക്കുക. ചാമുണ്ടീശ്വരി അടിപൊളി റൈഡായിരുന്നു കേട്ടോ. എന്നെ ഇറക്കിയിട്ട് ചാമുണ്ടേശ്വരി പോവുക. ഇപ്പം ഞാൻ നിൽക്കുന്നത് പളനി അമ്പലത്തിലോട്ട് കയറുന്ന മലയുടെ അടിവാരത്തിനടുത്തായിട്ടാണ്. ഇവിടെ കണ്ടില്ലേ ഒരു ബോർഡ് കാണാം, റോപ്പ് കാർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട്, പിന്നെ അല്ലാതെ നടന്നു പോകുന്നവർക്ക് റൈഡിലോട്ട്. പിന്നെ അതേവിടെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, നവീന സൗകര്യങ്ങളോട് കൂടിയ മുടി മുണ്ടന കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴി. ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുടി മുട്ട അടിക്കുന്ന സ്ഥലമാണ്. ഈ അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ ഉള്ളതുണ്ട്. ഇപ്പം നമ്മൾ ഈ പളനി വരുമ്പോഴത്തേക്കും പല ആൾക്കാരും നമ്മുടെ അടുത്തോട്ട് വരും. മുടി മുട്ട അടിക്കണോ, ലോഡ്ജ് വേണോ, അങ്ങനെ പല പല കാര്യങ്ങൾ ചോദിച്ചിട്ട് വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമേ ഇതേപോലെ വന്നിട്ട് ഓരോ സ്ഥലങ്ങളും കണ്ടെത്താം. ഇവിടെ ഈ അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ തലമുട്ട അടിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നാളത്തെ ദിവസമേ പൊങ്കല, അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് നോക്കേ,
തട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു തട്ടുകട. പ്ലെയിൻ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുക, ആൾക്കാരൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഭൂരി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇതാ കരിക്കൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ വേറൊരു ടൈപ്പ് ഡ്രിങ്കാ. ഇതാ കണ്ടില്ലേ, കലത്തിൽ പ്രത്യേകതരം ആ ഒരു അമ്പലത്തിൻ്റെ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊള്ളാം അല്ലേ? അതാ പല ടൈപ്പ് അച്ചാറുകളൊക്കെ ഉണ്ട്. മോര് താനാ ഇത്? മോര്, ഓ മോര്, സംഭാരം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. പേരയ്ക്ക കച്ചവടം, ഓറഞ്ച് കച്ചവടം, അങ്ങനത്തെ പല പല കച്ചവടങ്ങൾ. ഇതാ കണ്ടില്ലേ, അതേപോലത്തെ മോര് കടകൾ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. മാങ്ങയൊക്കെ അരിഞ്ഞ് അതിനകത്ത് മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ വായി കൂടെ വെള്ളം വരുന്നത്. ഇവിടെയൊക്കെ ചെരുപ്പുകളുടെ കച്ചവടം. അമ്പലത്തിലോട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് ഈ ഒരു കച്ചവടങ്ങളുടെ അടുത്തോട്ടൊക്കെ ഒന്ന് നടക്കുക. ഇവിടെ പിള്ളേർക്കൊക്കെ ഇടുന്ന ഡ്രസ്സുകളുടെ കച്ചവടമാണ് സൈക്കിളിനകത്ത്. കൊള്ളാം അല്ലേ? ഇതാ ഇത് നോക്കേ, പൈസ ഇട്ട് വെക്കുന്ന വഞ്ചി. ഈ വാട്ടർ ടാങ്കിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്, പക്ഷേ ഇതാ ഈ ഡിസൈൻ നോക്കേ, ഇത് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. ഇതിലേ കൂടെ വഞ്ചി പൈസ ഇടുന്നത്. ഇതൊക്കെ പ്രൈസ് തന്നെ. ഇപ്പം ഞാൻ കയ്യിലെടുത്ത ആ വഞ്ചിയുടെ വില 60 രൂപ. ഇതാ ഇത് കണ്ടില്ലേ, റോഡ് സൈഡിലൊക്കെ വലിയ ബലൂണിൻ്റെ കച്ചവടം ഉണ്ടല്ലോ, 10 രൂപയായി ബലൂണിൻ്റെ വില. ഇത് ഇത്രയും ഊതി വീർപ്പിക്കണമെങ്കിൽ എന്തിനു വേണ്ടി ഓക്സിജൻ വേണമല്ലേ? ഓക്സിജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തോട്ട് വിടുന്നതല്ലേ. TVS 50-കകത്ത് കരിക്ക് കച്ചവടം. പിന്നെ ഇതാ പേരയ്ക്ക കച്ചവടം. പേരയ്ക്ക ഇവിടെ തമിഴിൽ പൊയ്യാപ്പഴം എന്നങ്ങണ്ടാണ് പറയുന്നത്. ഓ, ഇതെവിടെ കോലം ഇടുന്ന ആ സാധനം കേട്ടോ, അത് കോലം പോടുന്ന ആ ഒരു അരിപ്പ. അത് ഇതാ കണ്ടില്ലേ, ഇതിനകത്ത് പൊടി ഇടുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു ഡിസൈനിലൊക്കെ കോലം വീഴും. ഇത് എവ്വളോ മതി? എവ്വളോ? 30 രൂപ. 30 രൂപ അതിൻ്റെ വില. ഇവിടെ വീട്ടുപകരണങ്ങൾ എന്ന് വെച്ചാൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അങ്ങനത്തെ പല ടൈപ്പ് കച്ചവടങ്ങളുണ്ട്. ഇവിടെ അമ്പലത്തിൽ വരുന്നവർ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൂടെ മേടിച്ചിട്ട് പോകും. ഇതോ അവിടെ ആയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കച്ചവടം കണ്ട് എന്താ സംഭവം നോക്കാം. റോഡ് ക്രോസ് ചെയ്യണം. ഇത് എന്നാണ് ഇത്? ആ പാത്രം ഓട്ടയാകുമ്പോഴത്തേക്ക് ഒട്ടിക്കുന്ന സംഗതിയായത്. പാത്രം ചൂടാക്കിയിട്ട് പീസ കുറച്ച് ഒട്ടിക്കും. ഓ അങ്ങനെ അല്ലേ? പാത്രം ആദ്യം ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇതെടുത്ത് പാത്രം ചൂടാക്കിയിട്ട് ആ ഓട്ടയിൽ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ഒട്ടുമെന്നാണ് പറയുന്നത്. ഏത് പാത്രം വേണേലും ഒട്ടിക്കാം അല്ലേ? ഇതെങ്ങനെ പ്രൈസ് എങ്ങനെ? ഒരു പീസ് 20 അല്ലേ? അങ്ങനെ നമ്മൾ നടന്ന് ആ കുതിര ഇറങ്ങി ആ സ്ഥലത്തുനിന്ന് നടന്നതാ ഈ ബസ് സ്റ്റാൻഡ് വരെ നടന്നു വന്ന് വെറുതെ ഒന്ന് നടന്നു വന്നതാ. ബസ് സ്റ്റാൻഡിനകത്തോട്ടൊന്ന് ചുമ്മാ ഒന്ന് കയറിയിട്ട് വരാം. ഇതാ പളനി ബസ് സ്റ്റാൻഡ്. ബസ്സൊക്കെ വളഞ്ഞകത്തോട്ട് കയറുക. അങ്ങനെ നടന്ന് പളനി ബസ് സ്റ്റാൻഡിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും പല പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള ബസ്സുകളൊക്കെ കാണാം. ഇതാ കണ്ടില്ലേ, സേലം, ഈറോഡ്, അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് മധുരയ്ക്ക് പോകുന്നൊരു ബസ് അകത്തോട്ട് കയറി വരിക. ഇത് മധുരയ്ക്ക് പോകുന്ന ബസ്സാണ്. വെറുതെ ഇങ്ങോട്ട് ഇതിനകത്തോട്ടൊന്ന് വന്നതേ ഉള്ളൂ. ഈ പളനി ബസ് സ്റ്റാൻഡിനകത്തോട്ടെ, ബസ് സ്റ്റാൻഡിനകത്തൊക്കെ തന്നെ ഓട്ടോ എല്ലാം വരും. ഇതാ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിനകത്ത് ഇവിടെ കടകളെല്ലാം ഉണ്ട്. ദോശയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ അമ്മോ, എന്തൊരു ഫോണടി. എങ്ങോട്ടോ പോകുന്നൊരു സിറ്റി ബസ് ഇവിടെ കിടപ്പുണ്ട്. തിരുനഗർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈവർ ഇതുവഴി നോക്കും. കംപ്ലീറ്റ് സ്റ്റിക്കറാണല്ലോ ഒട്ടിച്ചിരിക്കുന്നത്. ഇതാണ് പളനി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പളനി അമ്പലത്തിലോട്ട് കയറുന്നതിൻ്റെ ഒരു മലയുടെ അടിവാരത്തിൻ്റെ കുറച്ചൊരു 500 മീറ്റർ ബാക്കിലായിട്ടാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. അറസ് മറുത്തുവമനൈ പഴനി. ഇവിടെ ആയിട്ട് കുതിര സ്റ്റാൻഡ്. കുറേ കുതിര വണ്ടികൾ നിൽപ്പുണ്ട്. ഒരുപാട് കുതിരകൾ നിൽപ്പുണ്ട്. കുതിരയുടെ തലയിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ. ഹെഡ്സെറ്റ് കച്ചവടം 40 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ ഹെഡ്സെറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആയിട്ട് അലുവ കച്ചവടം വണ്ടിക്കകത്ത്. ഇത് നോക്കേ, കളർഫുള്ളായിട്ടുള്ള പണ്ടൊക്കെ വീട്ടിൻ്റെ TV സ്റ്റാൻഡിൻ്റെ ഒക്കെ പുറത്ത് വയ്ക്കുമായിരുന്നു ഇതേപോലത്തെ പൂക്കളൊക്കെ, പ്ലാസ്റ്റിക് പൂക്കൾ. ഇപ്പോഴും TV എല്ലാം വാൾ മൗണ്ടിങ് ആയതിനു ശേഷം TV സ്റ്റാൻഡൊന്നും ഇല്ലല്ലോ. പണ്ടിങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ വീട്ടിനടുത്തൊക്കെ കൊണ്ടുവരുമായിരുന്നു ആൾക്കാരൊക്കെ. ഇതെവിടെ ആയിട്ട് ഫോട്ടോയുടെ കച്ചവടം. വിജയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. 3 പടം 100 രൂപ. ഇപ്പോൾ 3 പടം 100 രൂപയാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഫോട്ടോസിൻ്റെ കച്ചവടം. കാര്യം ഫോണൊക്കെ വന്നതിന് ശേഷമേ എല്ലാവരും ഡൗൺലോഡിങ് അല്ലേ, എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. ഇതേപോലെ ഏതെങ്കിലും സിനിമാ നടനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ഇടും. അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിന് അടുത്ത് വരെ നടന്നിട്ട് വന്ന് തിരിച്ചതാ ഇപ്പം അമ്പലത്തിൻ്റെ മല കയറുന്നതിൻ്റെ അടിവാരത്തിനടുത്ത് എത്തിയിരിക്കുക. ഇത് ഇവിടെയൊക്കെ ആയിട്ട് വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ട്.
ഈ കാണുന്നത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട്, പിന്നെ നമ്മുടെ ബാഗ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോക്ക് റൂമുകളുണ്ട്, അങ്ങനത്തെ പല പല സൗകര്യങ്ങളുണ്ട്. അതെല്ലാം ഫ്രീയാണ്. എവിടെയായിട്ട് നോക്കേ, ചിപ്സ്, മിച്ചർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കച്ചവടം. നല്ല തിളച്ച എണ്ണയിൽ ചിപ്സ് തിളയ്ക്കുന്ന കണ്ടില്ലേ. പൊരി, കടല എല്ലാം ഉണ്ട്. പേര് നിങ്ങളുടെ പേര്? ഭൂപതി. ഇതാ കണ്ടില്ലേ, ചിപ്സൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ചിപ്സ്, പിന്നെ ഈത്തപ്പഴം, കൽക്കണ്ട്, അലുവ എല്ലാം ഉണ്ട്. ശരി, പാക്കല. ഹാപ്പി പൊങ്കൽ. സെയിം ടു യു. നമ്മളിങ്ങനെ അമ്പലത്തിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് തന്നെ മുടി മുട്ട അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബാർബർ ഷോപ്പ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മെയിൻ അതാണല്ലോ. ഇവിടെ മുട്ട അടിച്ചിട്ട് ചന്ദനം പൂശിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്തായാലും നടന്നു തന്നെ കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മലയിലോട്ടെ. റോപ്പ് കാർ ഉണ്ടായിരുന്നു. റോപ്പ് കാറിലോട്ട് പോകുന്ന വഴിയിലോട്ട് പോയില്ല, നടന്നു പോകുന്ന വഴിയിലോട്ട് വന്നിരിക്കുക. അങ്ങനെ നടന്ന് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും, നടന്നു പോകുന്ന വഴിയുടെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് സൗജന്യമായി കുളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് മുടി മുട്ട അടിക്കുന്ന സ്ഥലമുണ്ട്, അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ. അതിൻ്റെ ആൾക്കാരെയായി കാണുന്നത്, അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നവരാ. ഫ്രീ ആയിട്ട് മുടി മുട്ട അടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഷെഡ് തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ മുട്ട അടിച്ചിട്ട് വരുന്ന ആൾക്കാരെ കണ്ടില്ലേ. എവിടെയൊക്കെ മുട്ട അടിച്ചിട്ട് നിൽക്കുന്ന ആളെ നോക്കെ. മുട്ട അടിച്ചിട്ട് ചന്ദനം പൂശുക. എവിടെയൊക്കെ ആയിട്ട് നോക്കെ, അമ്പലമായിട്ട് ബന്ധപ്പെട്ട മാലയൊക്കെ തകർത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. ഹാരം, ചെറിയ ഹാരങ്ങളെ നിരത്തി കച്ചവടമുണ്ട്. പ്രൈസ് ഒന്നിക്കെവളോ 80, ഒരെണ്ണത്തിന് 80 രൂപ വില. അങ്ങനത്തെ ഈ വരിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പൂമാല കെട്ടുന്ന കടകൾ. നടന്നു പോകുന്ന വഴിക്കെല്ലാം കംപ്ലീറ്റ് ലേഡീസിനെ ലക്ഷ്യമിട്ടിട്ടുള്ള കടകളാണ് കൂടുതലായിട്ടും. മാല, വള, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇയർ ബോറിംഗ് ടിക്കറ്റ്, കാത് കുത്തുന്നതിന് 50 രൂപ ടിക്കറ്റ് ചാർജ്. അത് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു ആന നിൽക്കുന്നു. ആന എല്ലാവരെയും തലയിൽ ഇങ്ങനെ തുമ്പിക്ക വെച്ച് തൊട്ടുവിടുന്നു. ഇത്രയും തിരക്കാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കച്ചവടങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ചെറിയ ഉരുട്ട് വണ്ടിയിലൊക്കെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ കൊട്ടുകാരൊക്കെ ഉണ്ട്. ഇതാ ചെറിയ പൂക്കച്ചവടം, പ്ലാസ്റ്റിക് പൂ കച്ചവടം എല്ലാം ഉണ്ട്. ഓടക്കുഴലൊക്കെ ഉണ്ടില്ലേ, സാധാരണ ഇത് വെച്ചിട്ട് ഒരു മ്യൂസിക്കൊക്കെ ചെയ്യുന്നതാ, സിനിമാ പാട്ടിൻ്റെയൊക്കെ മ്യൂസിക്. പക്ഷേ ആ ഓടക്കുഴലുകാരൻ സൈലൻ്റായിട്ട് മിണ്ടാതെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ കടകളും കച്ചവടങ്ങളും എല്ലാം നടന്ന് കണ്ടതിന് ശേഷം അമ്പലത്തിൻ്റെ മെയിൻ ആർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക. മെയിൻ ആർച്ച് എന്ന് വെച്ചാൽ പടി കയറുന്നതിന് താഴെയായിട്ടുള്ള മെയിൻ ആർച്ച്, അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത് ഭയങ്കര ആളാണല്ലോ, ഇത് എങ്ങനെ മുകളിലോട്ട് കയറുന്നത്? ഇതെവിടെയൊക്കെ നോക്കിയ കാവടി, ആ കൊട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെതാ ഈ ആർച്ച് അല്ലെങ്കിൽ മണ്ഡപം, ഇതിനോട് ചേർന്ന് പഞ്ചാമൃതമൊക്കെ വിൽക്കുന്ന സ്റ്റാളുകൾ കാണാം. ഈ വരി ഫുള്ള് സ്റ്റാളുകളാണ് കംപ്ലീറ്റ്. 40 രൂപ 45 രൂപ എന്ന് പറഞ്ഞിട്ട് 2 റേറ്റ് എഴുതിയിട്ടുണ്ട്. പഞ്ചാമൃതം വിൽക്കുന്ന അവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് 40ൻ്റെയും 45ൻ്റെയും തമ്മിലുള്ള വ്യത്യാസം പാക്കിങ്ങിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെറിയൊരു വലിയ അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ആർച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞ് അങ്ങോട്ട് മൊബൈൽ ഫോൺ അലൗഡ് അല്ല, മൊബൈൽ ഫോൺ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പുതിയ റൂളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ലോക്കറൊക്കെ ഉണ്ട്. 5 രൂപ കൊടുത്താൽ മതി, മൊബൈൽ ഫോൺ വെച്ചിട്ട് ഒരു ടോക്കൺ തരും. ആ ടോക്കൺ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവരെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മൊബൈൽ ഫോൺ തിരിച്ചു തരും. അപ്പോഴങ്ങനെയാണ് പരിപാടി. അപ്പോഴങ്ങോട്ട് ഇനി ക്യാമറയോ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. മലക്കോവിൽ ദർശനം നടത്തുമ്പോൾ മൊബൈൽ ഫോൺ, മറ്റു ഫോട്ടോ, വീഡിയോ ഉപകരണങ്ങൾ മുതലായവ കൈവശം വയ്ക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ പളനി അമ്പലത്തിൻ്റെ മലയുടെ താഴെ വരെ പോയിട്ട് തിരിച്ചു വന്ന് മുകളിലോട്ട് കയറാൻ പറ്റിയില്ല. മുകളിലോട്ട് മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാതെ മുകളിലോട്ട് കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു നിരാശയുണ്ട്. കാര്യം നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ വന്നത്. അതിനിപ്പോൾ പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് നിരാശയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വരുന്നവരെല്ലാവരും വ്ളോഗ് ചെയ്യാൻ വേണ്ടി വരുന്നവരല്ലല്ലോ, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരല്ലേ. അവർക്ക് മൊബൈൽ ഫോൺ അവിടെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വരാം. അതിനിവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ വീഡിയോ ചെയ്യാനും വ്ളോഗ് ചെയ്യാനൊക്കെ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ ഒരു നിരാശയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ആദ്യം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്, ഇവിടെ നിന്ന് ഞാൻ മധുരയ്ക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നാട്ടിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ പളനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും അമൃത എക്സ്പ്രസ്, മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അമൃത എക്സ്പ്രസ്, ഇത് തിരുവനന്തപുരത്ത് നിന്ന് മധുരയ്ക്ക് വരുന്ന വണ്ടിയാണ്. ആ ട്രെയിൻ തിരിച്ച് വൈകുന്നേരം 4:10 ആകുമ്പോഴത്തേക്കും മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
തിരുവനന്തപുരത്തോട്ട് പോകും. മധുരയിൽ നിന്ന് പളനി വഴി പാലക്കാട് വഴിയാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ പളനി റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും എത്തും. പിന്നെ എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മധുരയ്ക്ക് പോവുക, മധുരയ്ക്ക് പോയിട്ട് ജല്ലിക്കെട്ടൊക്കെ ഒന്ന് കാണണമെന്ന് പ്ലാനുണ്ട്. എന്തായാലും ഇറങ്ങി തിരിച്ചു. അപ്പോൾ മധുരയിലൊക്കെ പോയി ആ ജല്ലിക്കെട്ടൊക്കെ ഒന്ന് കണ്ട് കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് എൻ്റെ പ്ലാൻ. ഇവിടെ നിന്ന് മധുരയ്ക്ക് ട്രെയിനിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഇഷ്ടംപോലെ ബസ് മധുരയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി മധുരയ്ക്ക് വിടുക, അതാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും പളനി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഈ മൊബൈൽ ഫോണോ ക്യാമറയൊക്കെ അലൗഡ് ആവുന്ന ഒരു കാലത്ത് വന്ന് നമുക്ക് വിശദമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ശരി, നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.